ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരുന്ന എബ്രായ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മൽക്കീസദേക്കിനെ കുറിച്ച് പഠിക്കുവാൻ അധികമാർക്കും താല്പര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു അജ്ഞാത വ്യക്തിയെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക? അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ വർത്തമാന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാവുക? ഇതൊക്കെയായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ എബ്രായ ലേഖനകാരന് പറയുവാനുള്ളത് ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്നാണ്. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഇത് ഒരു വർത്തമാന കൽപ്പനയായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് തുടർമാനമായി പരിഗണിക്കുവാനും ശ്രദ്ധാപൂർവം വിവേചിക്കുവാനുമുള്ള കാര്യമായിട്ടാണ് എബ്രായ ലേഖനകാരൻ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത്. അന്നത്തെ കാലത്ത് എന്നതുപോലെ ഇന്നും മൽക്കീസദേക്കിനെ കുറിച്ച് പഠിക്കുന്നതിൽ പ്രസക്തിയുണ്ട്. കാരണം മൽക്കീസദേക്കിനെ ക്രിസ്തുവിൻ്റെ ഒരു നിഴലായി അഥവാ ഒരു പ്രോഫറ്റിക് ടൈപ്പായി അവിടെ വെച്ചിരിക്കുന്നു. മൽക്കീസദേക്കിനെ കുറിച്ച് പഠിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങളെ ഒരു തികഞ്ഞ വ്യക്തിയാക്കി മാറ്റും. മാത്രവുമല്ല, ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അത് നിങ്ങളെ സഹായിക്കും. ആയതിനാൽ മൽക്കീസദേക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായി എബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രാഹമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രാഹം അവന് സകലത്തിലും 10 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവും എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഗോത്രപിതാവായ അബ്രാഹം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10 കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രാഹമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രാഹമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രാഹം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവൻ്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിന് ഞാൻ നൽകുവാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ട് മൽക്കീസദേക്കിനെ കുറിച്ച് അറിയേണ്ടതിൻ്റെ ആവശ്യകത എന്നാണ്. ദ നീഡ് ടു നോ എബൌട്ട് മൽക്കീസദേക്ക്. മൽക്കീസദേക്കിനെ കുറിച്ച് അറിയേണ്ടതിൻ്റെ ആവശ്യകത. ഈ വേദഭാഗം മുഖ്യമായും മൽക്കീസദേക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ആ വാക്കിൻ്റെ ആവർത്തനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഈ വേദഭാഗം മനസ്സിലാക്കുവാൻ എബ്രായ ലേഖനം എഴുതിയതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ക്രിസ്തീയ വിശ്വാസം മൂലം പീഡന ഭീഷണിയിൽ യഹൂദ മതത്തിലേക്ക് മടങ്ങാൻ പ്രലോഭിക്കപ്പെട്ട ഒരു കൂട്ടം വിശ്വാസികൾക്കാണിത് എഴുതുന്നത്. അവരിൽ ചിലർക്ക് തങ്ങളുടെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു. അവരുടെ വിശ്വാസ നിമിത്തം പൊതുജന നിന്ദയും കഷ്ടതയും അവർക്ക് നേരിടേണ്ടി വന്നു. അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, തങ്ങൾ യഹൂദ മതത്തിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള പീഡനമോ അപമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, യഹൂദ മതം ഒരു നല്ല സമ്പ്രദായമായിരുന്നു. അവർ എങ്ങനെ ജീവിക്കണമെന്ന് അത് വിശദീകരിച്ചു. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ അത് വിശദമായിട്ട് പറയുന്നു. മാത്രവുമല്ല, പഴയ ആചാരങ്ങൾ വളരെ പരിചിതവും തൃപ്തികരവുമായിരുന്നു. എന്തെങ്കിലും ചെയ്തു എന്ന ഒരു സംതൃപ്തി അത് നൽകുമായിരുന്നു. നൂറ്റാണ്ടുകളായി അവരുടെ പൂർവികന്മാരുടെ വിശ്വാസമായിരുന്നു അതൊക്കെയും വിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പോൾ പീഡനവും അപമാനവും സാമ്പത്തിക നഷ്ടവും കഷ്ടവുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ പഴയ മതത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളോടാണ് എബ്രായ ലേഖനകാരൻ തങ്ങളുടെ പഴയ ആചാരങ്ങളെക്കാളും ലേവ്യ പൗരോഹിത്യത്തെക്കാളും എത്രയോ ശ്രേഷ്ഠവും ഉന്നതവുമായിട്ടുള്ള പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം കേവലം ഒരു പൗരോഹിത്യമല്ല, ദൈവവുമായുള്ള നമ്മുടെ നിത്യമായ ബന്ധം ഉറപ്പ് നൽകുന്ന തികഞ്ഞ രാജകീയ പൗരോഹിത്യമാണ്. ദൈവവുമായുള്ള നമ്മുടെ നിത്യമായ ബന്ധം ഉറപ്പ് നൽകുന്ന തികഞ്ഞ നിത്യ രാജകീയ പൗരോഹിത്യമാണ്. ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുവാൻ എബ്രായ ലേഖനകാരൻ ക്രിസ്തുവിനെ മൽക്കീസദേക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. മതപരമായിട്ടുള്ള പാരമ്പര്യങ്ങൾ ഇന്നും വളരെ ശക്തമായി മനുഷ്യഹൃദയങ്ങളിൽ വേരൂന്നിയിരിക്കുന്നു. എവിടെയൊക്കെ സുവിശേഷം പങ്കുവയ്ക്കുന്നുവോ അവിടെയൊക്കെ എതിർപ്പുകളും പൊന്തി വരുന്നു. നൂറ്റാണ്ടുകളായി തലമുറകൾ മതപരമായിട്ടുള്ള പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യാതെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെറ്റായ മതവീക്ഷണങ്ങൾ അവരുടെ മുഴുവൻ ജീവിത രീതിയിലും ആധിപത്യം പുലർത്തുന്നു. സുവിശേഷവുമായി ഏതെങ്കിലും ഭവനങ്ങളിലേക്ക് ചെന്നാൽ അവരെ സ്വീകരിക്കുവാൻ വീട്ടുകാർ വിസമ്മതിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നു. സുവിശേഷവുമായി മറ്റ് സംസ്കാരങ്ങളിലേക്ക് നുഴഞ്ഞു കയറുവാൻ മിഷണറിമാർ ശ്രമിക്കുമ്പോൾ അവർക്ക് ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുന്നു. കാരണം സുവിശേഷം സ്വീകരിക്കുക എന്നതിനർത്ഥം നൂറ്റാണ്ടുകളുടെ മതപാരമ്പര്യം ഉപേക്ഷിക്കുക എന്നതാണ്. സുവിശേഷം സ്വീകരിക്കുക എന്നാൽ നൂറ്റാണ്ടുകളുടെ മതപാരമ്പര്യം ഉപേക്ഷിക്കുക എന്നതാണ്. 1400 വർഷങ്ങളിലേറെയായി നിലനിന്നിരുന്ന യാഗങ്ങളുടെയും ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും ഒരു മതവ്യവസ്ഥ ഇപ്പോൾ അതിനേക്കാൾ മെച്ചമായ ഒന്നിനാൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എബ്രായ ലേഖനകാരൻ ആളുകളെ ഇവിടെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. മോശയും യഹൂദ പ്രവാചകന്മാരും എഴുതിയ എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായ യേശുക്രിസ്തുവിൻ്റെ പരമാധികാരത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തു നമ്മുടെ നിത്യ മഹാപുരോഹിതൻ എന്ന വിഷയം. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവം എങ്ങനെയുള്ളവൻ എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഒരു നിത്യ മഹാപുരോഹിതൻ്റെ ആവശ്യം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവം എങ്ങനെയുള്ളവൻ എന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും നമ്മുടെ മലിനതയെക്കുറിച്ചും ബോധ്യമുണ്ടെങ്കിലേ ഒരു മഹാപുരോഹിതൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ.
ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനും സറാഫുകൾ സദാസമയം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു ഘോഷിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു ദർശനമുണ്ടായപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുവല്ലോ. ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള വിശുദ്ധിയിൽ നിന്ന് വ്യത്യസ്തമായി താൻ തീർത്തും പാപിയാണെന്ന കാര്യം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവാചകനായിരുന്ന യെശയ്യാവ് മനസ്സിലാക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ? ദൈവത്തെ നേരിട്ട് അഭിമുഖീകരിക്കുവാൻ യോഗ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? നമ്മേക്കാൾ അല്പം മാത്രം വലിയ ഒരു ദൈവ സങ്കല്പമാണോ നമുക്ക് ഉള്ളത്? പുറപ്പാട് പുസ്തകത്തിൽ മരുഭൂമിയിൽ വെച്ച് ഇസ്രയേല്യർ മേഘാവൃതമായിട്ടുള്ള പർവ്വതത്തിലേക്ക് മോശ കയറിപ്പോകുന്നത് കണ്ടു. മിന്നലും ഇടിമുഴക്കവും വലിയ കാഹളനാദവും അവിടെ ഉണ്ടായിരുന്നു. അവർ ഭയന്നു വിറച്ചു. ജനം പർവ്വതത്തെ തൊട്ടാൽ അവർ മരണശിക്ഷ അനുഭവിക്കണം എന്ന കർശന നിർദ്ദേശമാണ് അപ്പോൾ ദൈവം ജനത്തിന് നൽകിയത്. പുറപ്പാട് പുസ്തകം 19:10 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ ദർശിക്കുവാനോ ദൈവവുമായി സംസാരിക്കുവാനോ ജനങ്ങൾക്ക് അന്ന് സാധിച്ചില്ല. മാത്രവുമല്ല, ദൈവം പ്രത്യക്ഷമായ പർവ്വതത്തെ സ്പർശിക്കുവാൻ പോലുമോ ജനങ്ങൾക്ക് സാധിക്കയില്ലെന്ന് യഹൂദർക്ക് നന്നായി അറിയാമായിരുന്നു. ദൈവത്തെ സന്ധിക്കുവാനും ദൈവവുമായി സമ്പർക്കം പുലർത്തുവാനും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനും മഹാപുരോഹിതന് മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതും വർഷത്തിലൊരിക്കൽ ആടുകളുടെയും കാളകളുടെയും രക്തവുമായി മാത്രം. അപ്പോൾ ജനത്തിന് ദൈവത്തെ സമീപിക്കണമെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണമെങ്കിൽ ഒരു മഹാപുരോഹിതനെ എത്ര ആവശ്യമാണെന്ന് യഹൂദ ജനത നന്നായി മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എബ്രായ ലേഖനകാരൻ യേശു നമ്മുടെ മഹാപുരോഹിതനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ യേശു ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പൂർത്തീകരണം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായ എന്തോ ഒന്നാണ്. അവൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനാണ്. ലേവ്യ പുരോഹിതന്മാരുമായി തുല്യനായി യേശുവിനെ കാണുന്നത് തന്നെ ആത്മീയമായ ഒരു അപരാധമാണ്. ലേവ്യ പുരോഹിതന്മാരുമായി യേശുവിനെ തുലനപ്പെടുത്തുന്നത് പോലും ഒരു അപരാധമാണ്. ആ പഴയ വ്യവസ്ഥിതി മുഴുവൻ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. യേശു അത് സമ്പൂർണമായിട്ട് നിറവേറ്റി. ഇനി പഴയ ആചാരങ്ങളിലേക്ക് മടങ്ങുക എന്ന ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക മാർഗം ഉപേക്ഷിക്കുക എന്നതാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏകനിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു താഴ്ന്ന വ്യവസ്ഥിതിയിലേക്ക് മടങ്ങുക എന്നതാണ്. ഇന്നത്തെ ഏത് മതവ്യവസ്ഥയും ഇതുപോലെയാണ്. അതിനാൽ ഇവിടെ രചയിതാവ് പറയുന്നു, നിങ്ങൾ മൽക്കീസദേക്കിനെ കുറിച്ച് അറിയണം, നിങ്ങൾ മൽക്കീസദേക്കിനെ പരിഗണിക്കണം. കാരണം അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പാണ്, ഒരു പ്രോഫറ്റിക് ഷാഡോ ആണ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. അതുകൊണ്ട് നിങ്ങൾ മൽക്കീസദേക്കിനെ കുറിച്ച് അറിയണം. അതുവഴി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ നിങ്ങൾ മനസ്സിലാക്കണം. എബ്രായർ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള തൻ്റെ പ്രബോധനത്തിന് മുമ്പ് 5:10 എബ്രായ ലേഖനകാരൻ നിർത്തിയിടത്ത് നിന്ന് ഇപ്പോൾ
വീണ്ടും ആരംഭിക്കുകയാണ്. മൽക്കീസദേക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ വായനക്കാർ കേൾക്കാൻ മന്ദബുദ്ധികളായി തീർന്നതിനാൽ അദ്ദേഹത്തിന് അത് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിലുള്ള ധാരണ ലഭിക്കുന്നതിന് അവർ മൽക്കീസദേക്കിനെ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ആത്മീയമായി മടിയന്മാരോ നിസ്സംഗരോ ആയവർക്ക് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി നൽകുന്നില്ല. ഇന്ന് ഏത് കാരണവും ചൊല്ലി ആരാധനയ്ക്ക് വരാതിരിക്കുവാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ സഭയിലുണ്ട്. അത് എത്ര സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നാം ആത്മീയമായി മന്ദതയുള്ളവരായി മാറിയാൽ ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തി തരുന്നതിൽ വിമുഖത കാണിക്കും എന്ന കാര്യം നാം മറന്നു പോകരുത്. മറുരൂപമലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ അത് ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ വെച്ചാകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ 12 പേരുടെ മുന്നിൽ പോലും യേശു രൂപാന്തരീകരണം നടത്തിയിരുന്നില്ല. ഈ അത്ഭുതകരമായിട്ടുള്ള രംഗം കാണുവാൻ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ തൻ്റെ കൂടെ കൊണ്ടുപോയുള്ളൂ. യേശുവിനെ മനസ്സിലാക്കുവാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് മാത്രമേ അവൻ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. യേശുവിനെ മനസ്സിലാക്കുവാൻ കൂട്ടാക്കാതിരുന്ന ജനക്കൂട്ടത്തിന് യേശു തൻ്റെ മഹത്വം മറച്ചു വയ്ക്കുകയും ഉപമകളിലൂടെ അവരോട് സംസാരിക്കുകയും ചെയ്തതായിട്ട് മത്തായി 13:12-15 വരെ വാക്യങ്ങളിൽ നാം കാണുന്നു. തന്നെ കൂടുതൽ അറിയുവാൻ അവർക്ക് മാത്രമാണ് യേശു തൻ്റെ മഹത്വം അധികമധികമായി വെളിപ്പെടുത്തി കൊടുത്തത്. തൻ്റെ മുമ്പാകെ ഹൃദയം താഴ്ത്തപ്പെട്ടവർക്കാണ് അവൻ തന്നെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തി നൽകിയത്. അപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിന് മുൻപാകെ തങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി അത് അനുസരിക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് ദൈവം തന്നെ കൂടുതലായി വെളിപ്പെടുത്തി നൽകുകയുള്ളൂ. അതിനാൽ ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പ് അഥവാ നിഴലായ മൽക്കീസദേക്കിനെ കുറിച്ച് ഈ സത്യങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവം മുമ്പാകെ ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. കൂടാതെ അവനെ അറിയുവാൻ കുറച്ച് ശ്രമവും ശ്രദ്ധയും നിങ്ങൾ കാണിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനൻ ഈ വേദഭാഗത്തിലെ ഒരേ ഒരു കൽപ്പന ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് തിയോറിയോ എന്നതാണ്. സീ, കൺസിഡർ, ഒബ്സർവ് എന്നീ വാക്കുകൾ ഉപയോഗിച്ചാണ് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത്. അതായത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക അല്ലെങ്കിൽ വിവേചിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൽക്കീസദേക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായതിനാൽ യേശുവിനെ നാം പരിഗണിക്കണം, അറിയണം. യേശുവിനെ നാം നന്നായി മനസ്സിലാക്കണം. കൊളോസ്യർ 2:3 നാം യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു എന്നാണ്. യേശുവിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എല്ലാ നിധികളും മറഞ്ഞിരിക്കുന്നു. യേശുവിനെ അവനായിരിക്കുന്നത് പോലെ കാണുക എന്നത് ഒരു മറുരൂപമല അനുഭവമാണ്. യേശുവിനെ അവനായിരിക്കുന്നത് പോലെ കാണുക എന്നത് ഒരു മറുരൂപ അനുഭവമാണ്. ദൈവത്തിൻ്റെ മഹത്തായ ദർശനം ലഭിച്ച യെശയ്യാ പ്രവാചകൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: അടിയനിതാ, അടിയനെ അയക്കണമേ. ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന യെശയ്യാവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും.
അതുപോലെ ഡെമാസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ മഹത്തായ ദർശനം കണ്ട പൗലോസിൻ്റെ പിന്നീടുള്ള ജീവിതം എത്ര വലിയ മാറ്റത്തിനാണ് വഴിവെച്ചത്. അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാനുള്ള ഈ അവസരം നാം ഒരിക്കലും പാഴാക്കരുത്. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ വർത്തമാനകാല ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? നിങ്ങളുടെ വർത്തമാനകാല ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം യേശുക്രിസ്തുവിനെ കൂടുതൽ കൃത്യമായും അടുത്തും അറിയുക എന്നതാണ്. നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം യേശുക്രിസ്തുവിനെ കൂടുതൽ നന്നായും വ്യക്തമായും അറിയുക എന്നതാണ്. ഞാൻ ട്രാക്റ്റ് കൊടുക്കുവാൻ നിൽക്കുമ്പോൾ പലരും വന്ന് അവരുടെ ആവലാതികളും ബുദ്ധിമുട്ടുകളും പങ്കുവയ്ക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യാറുണ്ട്. ചിലർ പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെടാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മാറണം, ദൈവത്തിൽ നിന്ന് അവർക്ക് അനുഗ്രഹം വേണം. പക്ഷേ തങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന് നൽകുവാനോ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനോ അവർ തയ്യാറല്ല. അപ്പോൾ അവരുടെ മതബോധം പെട്ടെന്ന് ഉണർന്നു വരും. ആളുകൾക്ക് യേശുക്രിസ്തുവിനെ വേണ്ട, അവൻ്റെ അനുഗ്രഹം മതി. എന്തൊരു വിരോധാഭാസമാണിത്! അപ്പോൾ ദൈവം അതീവ പരിശുദ്ധനും നാം ദൈവത്തോട് അടുത്തുകൂടുവാൻ കഴിയാത്ത നിലയിൽ പാപികളുമാണ് എന്ന കാര്യം നാം കണ്ടു. അതുകൊണ്ട് ദൈവത്തോട് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടാൻ നമുക്കൊരു മധ്യസ്ഥൻ ആവശ്യമാണ്. പഴയ നിയമത്തിൽ ജനങ്ങൾക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാനും അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനും മഹാപുരോഹിതനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സിസ്റ്റം ഒരു പുതിയ ക്രമീകരണം മാറി ഒരു പുതിയ സിസ്റ്റം നിലവിൽ വന്നിരിക്കുകയാണ്. ഈ പുതിയ ക്രമീകരണത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? ഈ മഹാപുരോഹിതൻ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ മതിയായവനാണോ എന്നതാണ് അടുത്തതായി നാം പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമതായി ഈ വേദഭാഗത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, മൽക്കീസദേക്ക് സ്ഥാനപ്പേരിലും തൻ്റെ പ്രകൃതിയിലും ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. മൽക്കീസദേക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ടൈറ്റിൽ ആൻഡ് നേച്ചർ. മൽക്കീസദേക്ക് തൻ്റെ സ്ഥാനപ്പേരിലും സ്വഭാവത്തിലും ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. 1 മുതൽ 3 വരെ വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രാഹിമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രാഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. വംശാവലിയോ ആരംഭമോ അവസാനമോ ഇല്ലാതെ എബ്രായ രചയിതാവ് മൽക്കീസദേക്കിനെ രാജാവും പുരോഹിതനുമായി തിരിച്ചറിയുന്നു. ഈ വിധത്തിൽ മൽക്കീസദേക്ക് ദൈവപുത്രനെ പോലെ ആക്കപ്പെട്ടു. അവൻ എന്നേക്കും ഒരു പുരോഹിതനായിട്ട് തുടരുന്നു. ദൈവപുത്രനെ മൽക്കീസദേക്കിനെ പോലെ ആക്കുകയായിരുന്നില്ല, മറിച്ച് മൽക്കീസദേക്കിനെ യേശുക്രിസ്തുവിനെ പോലെ ആക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ദൈവപുത്രനെ കുറിച്ചുള്ള സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധത്തിൽ മൽക്കീസദേക്കിനെ തിരുവെഴുത്തുകളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ മൽക്കീസദേക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 14:17 മുതൽ 20 വരെ വാക്യങ്ങളിലാണ്. അവിടെ ചരിത്രപരമായിട്ടുള്ള ഒരു പരാമർശമാണ് നാം കാണുന്നത്. അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരുന്നു. പിന്നീട് നാം മൽക്കീസദേക്കിനെ കുറിച്ച് വായിക്കുന്നത് സങ്കീർത്തനം 110:4 അവിടെ അത് പ്രവചനപരമായിട്ടുള്ള നിലയിലാണ് ദാവീദ് ഉദ്ധരിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പരാമർശം നാം കാണുന്നത് എബ്രായ ലേഖനത്തിലാണ്. മൂന്നാമത്തേത്
വേദശാസ്ത്രപരമായിട്ടുള്ള പരാമർശനമാണ്. ഒന്നാമത്തെ പരാമർശം ചരിത്രപരം, രണ്ടാമത്തേത് പ്രവചനപരം, മൂന്നാമത്തേത് വേദശാസ്ത്രപരം. ഉൽപ്പത്തിയിൽ മൽക്കീസദേക്കിനെ ശാലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായി നാം കാണുന്നു. ലോത്ത് താമസിച്ചിരുന്ന സോദോം ആക്രമിക്കപ്പെട്ടപ്പോൾ തൻ്റെ അനന്തരവനായ ലോത്തിനെയും കുടുംബത്തെയും ബന്ദികളാക്കിയ 4 രാജാക്കന്മാരുടെ പിന്നാലെ അബ്രാഹാം പുറപ്പെട്ട് അവരെ ആക്രമിച്ച് പരാജയപ്പെടുത്തി. നഷ്ടപ്പെട്ടു പോയ എല്ലാ വസ്തുവകകളും താൻ വീണ്ടെടുത്തു. ലോത്തിനെയും കുടുംബത്തെയും തിരികെ കൊണ്ടുവന്നു. ഈ യുദ്ധത്തിൽ നിന്ന് അബ്രാഹാം മടങ്ങി വരുമ്പോൾ മൽക്കീസദേക്ക് അവനെ സ്വീകരിക്കുവാനായിട്ട് പുറപ്പെട്ടു. മൽക്കീസദേക്ക് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു. അബ്രാഹാം തൻ്റെ കൊള്ളയുടെ 10 മൽക്കീസദേക്കിന് നൽകി. ഈ ഹ്രസ്വ വിവരണത്തിൽ പറയുകയും പറയാതിരിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എബ്രായ ലേഖനകാരൻ മൽക്കീസദേക്കിനും ക്രിസ്തുവിനും തമ്മിൽ ഇടയിൽ ചില അത്ഭുതകരമായിട്ടുള്ള സമാനതകൾ വരയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യക്തമായ ഒരു സമാന്തരമായി തോന്നുന്ന കാര്യം മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും നൽകി അബ്രാഹാമിനെ എതിരേൽക്കുന്നതാണ്. എബ്രായ ലേഖനകാരൻ അക്കാര്യം പറയാതെ ഒരുപക്ഷെ നാം ഗണ്യമാക്കാതെ പോകാൻ സാധ്യതയുള്ള മറ്റു ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ ക്ഷീണിച്ച് മടങ്ങി വന്ന അബ്രാഹത്തിനും കൂട്ടാളികൾക്കും അപ്പവും വീഞ്ഞും നൽകി ആശ്വസിപ്പിച്ചത് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു അപ്പവും വീഞ്ഞും വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകുന്നത് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. അത് മൽക്കീസദേക്കും യേശു ക്രിസ്തുവും തമ്മിലുള്ള വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമാനതയാണ്. മൽക്കീസദേക്കും യേശു ക്രിസ്തുവും തമ്മിലുള്ള സമാനതകളിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, മൽക്കീസദേക്ക് ഒരു വ്യക്തിയിൽ തന്നെ രാജാവും പുരോഹിതനുമായിരുന്നു എന്നതാണ്. മൽക്കീസദേക്ക് ഒരേ വ്യക്തിയിൽ രാജാവും പുരോഹിതനുമായിരുന്നു. എന്നാൽ ഇസ്രയേലിൽ ഇത് അനുവദനീയമായ ഒരു കാര്യമല്ലായിരുന്നു. ഒരു വ്യക്തിക്ക് ഒരു രാജാവാകാം, അല്ലെങ്കിൽ ഒരു പുരോഹിതനാകാം. എന്നാൽ ഒരേ സമയം രാജാവും പുരോഹിതനുമാകുവാൻ കഴിയുമായിരുന്നില്ല. ശൗൽ രാജാവ് പുരോഹിതൻ്റെ ജോലി ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയതായി നാം വായിക്കുന്നു. എന്നാൽ മൽക്കീസദേക്ക് ഒരേ സമയം രാജാവും പുരോഹിതനുമായിരുന്നു. മൽക്കീസദേക്കിനെ പോലെ യേശു ഒരേ വ്യക്തിയിൽ രാജാവും പുരോഹിതനുമാണ്. ഇനി മൽക്കീസദേക്ക് എന്ന പേരിൻ്റെ അർത്ഥം നോക്കാം. മൽക്കീസദേക്ക് നീതിയുടെ രാജാവും പിന്നീട് സമാധാനത്തിൻ്റെ രാജാവുമായ ശാലേമിൻ്റെ രാജാവുമായിരുന്നു. എബ്രായ ഭാഷയിൽ മെൽക്കി എന്നാൽ എൻ്റെ രാജാവ് എന്നാണ് അർത്ഥം. സെദേക്ക് എന്നാൽ നീതി എന്നാണ് അർത്ഥമാക്കുന്നത്. ശാലേം എന്നാൽ സമാധാനം. ഇവിടെ ക്രമം വളരെ പ്രധാനമാണ്. നീതി സമാധാനത്തിന് മുൻപാണ്. ഇവിടെ ഒരു രാജാവും അവൻ്റെ രാജ്യവും നീതിമാന്മാരല്ലെങ്കിൽ അവൻ്റെ രാജ്യത്ത് യഥാർത്ഥ സമാധാനം ഉണ്ടാവുകയില്ല. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഇത് ശരിവയ്ക്കുന്നതാണ്. യാതൊരു നീതിയോ നേരോ ഇല്ലാത്ത ഭരണകർത്താക്കളാണ് നമ്മെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശത്ത് സമാധാനമോ സംതൃപ്തിയോ ഇല്ല. പാപം ഭിന്നതയും കലഹവും കൊണ്ടുവരുന്നു. നീതിയാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം. നീതി നടപ്പായില്ലെങ്കിൽ ദേശത്ത് സമാധാനം ഉണ്ടാവുകയില്ല. നീതിയുടെയും സമാധാനത്തിൻ്റെയും കാര്യത്തിൽ യേശു മൽക്കീസദേക്കുമായി എങ്ങനെ സമാധാനം പുലർത്തുന്നു എന്ന് നോക്കാം. യേശുവിനെ നീതിമാനായ യേശു ക്രിസ്തു എന്നാണ് യോഹന്നാൻ വിളിക്കുന്നത്. 1 യോഹന്നാൻ 2:1. യേശു മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അവരിൽ
നീതി സ്ഥാപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. യേശു തൻ്റെ സത്തയിൽ തന്നെ നീതിമാനായിട്ടുള്ള വ്യക്തിയാണ്. അവൻ നിർദോഷനും കളങ്കമില്ലാത്തവനുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നതുമില്ല. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. അവൻ വീണ്ടും നീതിയോടെ വാഴാൻ വരുമ്പോൾ ദുഷ്ടന്മാർക്കെതിരെ യുദ്ധം ചെയ്യും. അതെ, യേശു ക്രിസ്തു തികഞ്ഞ ഒരു നീതിമാനാണ്. യേശു സമാധാനത്തിൻ്റെ രാജാവുമാണ്. എഫേസ്യർ 2:14-18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇത് നമുക്ക് വ്യക്തമാകുന്നതാണ്. അവൻ പാപികൾക്കും ദൈവത്തിനും ഇടയിൽ സമാധാനം കൊണ്ടുവരുന്ന വ്യക്തിയാണ്. അവൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇടയിൽ അവൻ സമാധാനം കൊണ്ടുവരുന്ന വ്യക്തിയാണ്. പൗലോസ് എഴുതി, അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് റോമർ 5:1 നാം വായിക്കുന്നു. പാപികളുമായി സമാധാനം സ്ഥാപിക്കുവാൻ ദൈവം തൻ്റെ നീതി മാറ്റിവെച്ചില്ല. മറിച്ച് അവൻ നമ്മുടെ ശിക്ഷ തൻ്റെ നീതിമാനായ പകരക്കാരൻ്റെ മേൽ ചുമത്തി അവൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമായി. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവായി യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നു എങ്കിൽ നിങ്ങൾ നീതിയുള്ള പെരുമാറ്റത്തിൽ വളരുകയും മറ്റുള്ളവരുമായിട്ട് സമാധാനം പിന്തുടരുകയും ചെയ്യും എന്നാണ് റോമാലേഖനം 14:17-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അതായത് നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു എങ്കിൽ നീതിപൂർവം ജീവിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. മറ്റുള്ളവരോട് സമാധാനം ആചരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നാം നീതിയും സമാധാനമുള്ളവരാകണമെന്ന് പറയുവാനുള്ള കാരണം നാം ക്രിസ്താനുരൂപരായിട്ട് വളരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പൂർണ്ണത സാധ്യമല്ലെങ്കിൽ കൂടി ആ ദിശയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നുവെങ്കിൽ ആ രാജാവിനോടുള്ള അനുരൂപതയിൽ നിങ്ങൾ വളരണം. മൽക്കീസദേക്കും യേശു ക്രിസ്തുവും തമ്മിലുള്ള രണ്ടാമത്തെ സമാനത, മൽക്കീസദേക്ക് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഉത്ഭവത്തിലും കാലദൈർഘ്യത്തിലും ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. മൽക്കീസദേക്ക് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഉത്ഭവത്തിലും കാലദൈർഘ്യത്തിലും ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. ഇസ്രയേലിൽ ഒരു പുരോഹിതനാകുന്നത് പൂർണ്ണമായും അവരുടെ കുടുംബ പശ്ചാത്തലത്തെ വംശാവലിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എല്ലാ പുരോഹിതന്മാരും ലേവി ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. മറ്റാർക്കും ആ പദവി ലഭിക്കുമായിരുന്നില്ല. ഒരാൾക്ക് അയാളുടെ കുടുംബ പൈതൃകം സ്ഥാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ പൗരോഹിത്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. നെഹമ്യ 7:61-64. എന്നാൽ മൽക്കീസദേക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയുമില്ല. എന്നിട്ടും അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. മൽക്കീസദേക്കിൻ്റെ വംശാവലിയുടെ അഭാവവും അവൻ്റെ ജീവിതത്തിന് ആരംഭമോ അവസാനമോ ഇല്ല എന്ന പ്രയോഗവും ചിലർ അവനെ അമാനുഷിക വ്യക്തിയോ ഒരു ദൂതനോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അവതാരപൂർവ്വ രൂപമോ ആണെന്ന് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും ആ വ്യാഖ്യാനത്തെ നിരാകരിക്കുകയും മൽക്കീസദേക്ക് അബ്രാഹമിൻ്റെ അതേ സമയത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനായ മനുഷ്യനാണെന്നും സമ്മതിക്കുന്നു. അതെ, മൽക്കീസദേക്ക് ഒരു ചരിത്ര പുരുഷൻ തന്നെയായിരുന്നു. താൻ ഒരു ദൂതനോ യേശുക്രിസ്തുവിൻ്റെ പൂർവാവതാര രൂപമോ ഒന്നും ആയിരുന്നില്ല. എബ്രായരുടെ രചയിതാവ് ഉൽപ്പത്തിയുടെ വിചിത്രമായ നിശബ്ദതയിൽ നിന്ന് ഒരു വാദം ഇവിടെ കെട്ടിപ്പടുക്കുകയാണ്.
വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം വംശാവലിയും ഗോത്രപിതാക്കന്മാർ ജീവിച്ചിരുന്ന വർഷങ്ങളുടെ എണ്ണവും കൃത്യമായി ഊന്നിപ്പറയുന്ന ഒരു പുസ്തകമാണ്. ഈ ഊന്നലിൻ്റെ ഇടയിൽ എവിടെ നിന്നോ എന്നതുപോലെ ഈ മനുഷ്യൻ ഈ മൽക്കീസദേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ വംശാവലിയെ പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എത്ര കാലം ജീവിച്ചുവെന്നോ എപ്പോൾ ജനിച്ചുവെന്നോ മരിച്ചുവെന്നോ ഉൽപ്പത്തി പറയുന്നില്ല. മൽക്കീസദേക്കിനെ യേശുക്രിസ്തുവിൻ്റെ ഉചിതമായ ഒരു മാതൃകയാക്കുവാൻ പരിശുദ്ധാത്മാവ് അവ മനഃപൂർവ്വം ഒഴിവാക്കിയതായി രചയിതാവ് പറയുന്നു. അതുകൊണ്ടാണ് മൽക്കീസദേക്ക് ദൈവപുത്രനെ പോലെ ആയി എന്ന് അദ്ദേഹം പറയുന്നത്. മൽക്കീസദേക്ക് ഒരിക്കലും മരിച്ചിട്ടില്ല എന്നല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ഉൽപ്പത്തിയിൽ തൻ്റെ ജനനവും മരണവും ഒഴിവാക്കിയത് അവൻ എന്നേക്കും ഒരു പുരോഹിതനായി തുടരുന്നു എന്ന് കാണിക്കുവാനായിട്ട് വേണ്ടിയാണ്. ആ നിലയിൽ മൽക്കീസദേക്ക് യേശുവിനെ പോലെ ആയിത്തീരുകയാണ്. യേശുവിൻ്റെ മനുഷ്യവംശം തിരുവെഴുത്തുകളിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അവൻ ലേവിയുടെ പുരോഹിത ഗോത്രത്തിൽ നിന്നല്ല, മറിച്ച് യഹൂദയിൽ നിന്നാണ് വന്നത്. എന്നേക്കും നമ്മുടെ മഹാപുരോഹിതനാകുവാൻ യേശു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുരോഹിത ക്രമത്തിൽ, അതായത് മൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ അവൻ വന്നു. ദൈവപുത്രൻ എന്ന നിലയിൽ യേശുവിന് മനുഷ്യവംശം ഇല്ല. അതിനാൽ ഉൽപ്പത്തിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലെ മൽക്കീസദേക്കിൻ്റെ ഒരു ടൈപ്പാണ് യേശു ക്രിസ്തു. കൂടാതെ ലേവീയ പുരോഹിതന്മാർ മരിച്ചു, പകരം പുതിയ ആളുകൾ ആ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ യേശു തൻ്റെ മഹാപൗരോഹിത്യത്തിൽ ഇന്നും എന്നും ജീവിക്കുന്നു. അതിനാൽ ഉത്ഭവത്തിലും പൗരോഹിത്യത്തിൻ്റെ കാലദൈർഘ്യത്തിലും മൽക്കീസദേക്ക് യേശു ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ്. മൽക്കീസദേക്കും യേശു ക്രിസ്തുവും തമ്മിലുള്ള മൂന്നാമത്തെ സമാനത, മൽക്കീസദേക്ക് തൻ്റെ പൗരോഹിത്യ മാനത്തിൽ ക്രിസ്തുവിൻ്റെ മാതൃകയാണ്. മൽക്കീസദേക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് ഹിസ് പ്രീസ്റ്റ്ഹുഡ്. മൽക്കീസദേക്ക് തൻ്റെ പൗരോഹിത്യ മാനത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ്. മൽക്കീസദേക്ക് ഈ രണ്ട് മഹാന്മാരിൽ നിന്നും, അതായത് അബ്രാഹമിൽ നിന്നും അതുവഴി ലേവ്യരിൽ നിന്നും ദശാംശം സ്വീകരിച്ചു. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തം, മൽക്കീസദേക്ക് അബ്രാഹമിനേക്കാളും ലേവ്യയെക്കാളും വലിയവനായിരുന്നു. മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അബ്രാഹവും സ്വയമേവ തിരിച്ചറിഞ്ഞു. അതിനാൽ 4 രാജാക്കന്മാരുടെ മേൽ വിജയം നൽകിയതിന് ദൈവത്തോടുള്ള ആരാധനയുടെയും നന്ദിയുടെയും ഒരു പ്രവൃത്തിയായി അബ്രാഹം തൻ്റെ മികച്ച കൊള്ളയുടെ 10-1 മൽക്കീസദേക്കിന് നൽകി. അബ്രാഹമിൻ്റെ കൊച്ചുമകനായ ലേവി അബ്രാഹമിൻ്റെ ദശാംശങ്ങളിലൂടെ മൽക്കീസദേക്കിന് ദശാംശം നൽകി. കാരണം ഇത് സംഭവിച്ചപ്പോൾ ലേവി അബ്രാഹമിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. എബ്രായ ചിന്തയിൽ ഒരു പൂർവികൻ അവൻ തൻ്റെ എല്ലാ പിൻഗാമികളെയും അവനിൽ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ആദാം പാപം ചെയ്തപ്പോൾ മുഴുവൻ മനുഷ്യവർഗവും പാപം ചെയ്തു എന്ന് പൗലോസ് റോമർ 5:12 പറയുന്നത്. അതിനാൽ ഇവിടെ രചയിതാവ് പറയുന്നു, ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രാഹം മുഖാന്തരം ദശാംശം കൊടുത്തുമിരിക്കുന്നു. അബ്രാഹമിൽ നിന്നും ലേവിയിൽ നിന്നും ദശാംശം സ്വീകരിച്ച മൽക്കീസദേക്ക് ഈ മഹാന്മാരെക്കാൾ വലിയവനായതിനാൽ യേശു എപ്പോഴും വലിയവനാണ്. നമ്മുടെ മഹാപുരോഹിതൻ എന്ന നിലയിൽ തൻ്റെ രക്തത്താൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയതിനാൽ അവൻ നമ്മുടെ ദശാംശത്തിന് മാത്രമല്ല,
നാം ആയിരിക്കുന്നതിലും നമുക്കുള്ളതിലും എല്ലാം സ്വീകരിപ്പാനായിട്ട് യോഗ്യമാണ്. നാം ദശാംശം കൊടുത്താൽ മതിയോ എന്ന് ചിലർക്ക് സംശയമുണ്ട്. എന്നാൽ നമുക്കുള്ളതെല്ലാം കർത്താവിനുള്ളതാണ്. കാരണം കർത്താവ് നമ്മെ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്. നാം നമുക്കുള്ളതിൻ്റെ ഏതെങ്കിലും ഒരംശം മാത്രം കർത്താവിന് നൽകുന്നവരാണോ? നാം നൽകുന്ന ഒരു ദാനവും അവൻ്റെ അമൂല്യമായിട്ടുള്ള മൂല്യവുമായി താരതമ്യപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ മൽക്കീസേദെക്ക് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാന്യതയിലും തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഉത്ഭവത്തിലും കാലാവധിയിലും തൻ്റെ പൗരോഹിത്യ മാനത്തിലും ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. അവസാനമായി മൽക്കീസേദെക്ക് തൻ്റെ പൗരോഹിത്യ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. മൽക്കീസേദെക്ക് തൻ്റെ പൗരോഹിത്യ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. അബ്രാഹാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ദൈവം അവനിലൂടെ ജനതകളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും മൽക്കീസേദെക്ക് വാഗ്ദാനങ്ങൾ ലഭിച്ചവനെ അനുഗ്രഹിച്ചു എന്നാണ് 7:6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുന്നു, വലിയവൻ ചെറിയവനെ അനുഗ്രഹിക്കുന്നത് എന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമായിട്ടിരിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. അതായത് അബ്രാഹത്തെ അനുഗ്രഹിച്ചു എന്ന കാരണത്താൽ മൽക്കീസേദെക്ക് അബ്രാഹമിനേക്കാൾ വലിയവനാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്ന അബ്രാഹമിനെയാണ് മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചത്. അത് കാണിക്കുന്നത് മൽക്കീസേദെക്ക് അബ്രാഹമിനേക്കാൾ വലിയവനാണ് എന്നതാണ്. എന്നാൽ ഈ മൽക്കീസേദെക്കിനേക്കാൾ എത്രയോ വലിയവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന കാര്യമാണ് ലേഖനകാരൻ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അബ്രാഹമിനും എല്ലാ ലേവ്യ പൗരോഹിതന്മാർക്കും അടയാളവും നിഴലുമായിരുന്ന മൽക്കീസേദെക്ക് വലിയവനാണെങ്കിൽ സത്യവും സത്തയുമായ ക്രിസ്തു എത്രയധികം. വാഗ്ദാനങ്ങൾ ഉള്ളവനേക്കാൾ മൽക്കീസേദെക്ക് വലിയവനാണെങ്കിൽ അവൻ്റെ ഒരു നിഴലായ ക്രിസ്തു എത്രയധികം. ഇതാണ് രചയിതാവ് അതിലൂടെ അർത്ഥമാക്കിയത്. ഇതിൽ നിന്നുള്ള നമുക്കുള്ള പാഠം, മൽക്കീസേദെക്കിന് അബ്രാഹമിനെ അനുഗ്രഹിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവപുത്രന് അവനിലൂടെ ദൈവത്തോട് അടുക്കുന്നവരെ എത്രയധികം അനുഗ്രഹിക്കുവാൻ കഴിയും എന്നതാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലൂടെയാണ് ദൈവം വിശ്വാസികൾക്ക് നൽകുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ നാം അവ ക്രിസ്തുവിലൂടെ അന്വേഷിക്കണം. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്ത് 2 കൊരിന്ത്യർ 1:20. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് നിത്യജീവൻ വേണോ? പുത്രനിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾക്ക് പാപമോചനം വേണോ? അതെ, ക്രിസ്തുവിൽ നിങ്ങൾക്ക് പാപമോചനം നൽകുന്നു. ആന്തരിക സമാധാനം വേണോ? ക്രിസ്തുവിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. പ്രത്യാശ വേണോ? ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. പരീക്ഷണങ്ങളുടെ നടുവിൽ സന്തോഷം വേണോ? ക്രിസ്തുവിൽ സന്തോഷം ലഭ്യമാണ്. പാപത്തിൻ്റെ മേൽ വിജയം വേണോ? അതെ, ക്രിസ്തുവിൽ അത് ലഭ്യമാണ്. മുൻകാലങ്ങളിൽ മാതാപിതാക്കളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, ക്രിസ്തുവിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്ന പൂർണ്ണതയുള്ള മഹാപുരോഹിതനാണ് യേശു. നാം അനേകം വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരായതിനാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മഹാപുരോഹിതനായ ക്രിസ്തു നമുക്ക് വിതരണം ചെയ്യുന്നു. അതേ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്ന പൂർണ്ണതയുള്ള മഹാപുരോഹിതനാണ് ക്രിസ്തു. ദൈവം തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മനസ്സുള്ളവനാണ്. അവൻ്റെ അടുത്തേക്ക് വരൂ,
നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ക്രിസ്തുവിലുണ്ട്. 1-2 പ്രായോഗികതകൾ കൂടി ചൂണ്ടിക്കാട്ടി ഞാൻ എൻ്റെ സന്ദേശം ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്നു. യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്നു. മൽക്കീസദേക്ക് എത്ര വലിയവനാണെന്ന് എബ്രായർ മനസ്സിലാക്കാത്തതിനാൽ അവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുവാനുള്ള അപകടത്തിലായിരുന്നു. അതിനാൽ മൽക്കീസദേക്കിനെ മുൻനിഴലാക്കിയ യേശു എത്ര വലിയവനാണെന്ന് അവർ മനസ്സിലാക്കണം, നാം മനസ്സിലാക്കണം. യേശുവിനെ നാം വിട്ട് മറ്റ് എവിടെ പോയാലും രക്ഷയുണ്ടാവുകയില്ല. ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ ഒരു ചോദ്യം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ നിത്യമായ ഭാവി ആ ചോദ്യത്തോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗമായി ക്രൂശിൽ തന്നെ സമർപ്പിച്ച ദൈവപുത്രനാണ് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നേരെ മറിച്ച് അവൻ ഒരു വലിയ ധാർമ്മിക ഗുരുവോ ഉപദേഷ്ടാവോ മാതൃകയോ ആണ് എന്നതുപോലുള്ള ഒരു ചെറിയ സ്ഥാനത്തേക്ക് നിങ്ങൾ യേശുവിനെ താഴ്ത്തിയാൽ ന്യായവിധിക്കായിട്ട് ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മഹാപുരോഹിതൻ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ വാഴ്ചയെ കുറച്ച് കാണിക്കുന്ന ഏതൊരു പഠിപ്പിക്കലും തെറ്റായ പഠിപ്പിക്കലാണ്. രണ്ടാമതായി, യേശു ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തെയും മഹത്വത്തെയും കുറിച്ച് കൂടുതൽ അറിവ് നേടേണ്ടതിന് ദൈവത്തെ നിരന്തരം തീക്ഷ്ണതയോടെ അവൻ്റെ വചനത്തിൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ പൗലോസിൻ്റെ ആജീവനാന്ത അന്വേഷണം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയുക എന്നതായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം താൻ സകലതും ഛേദം എന്ന് എണ്ണി. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും പൗലോസിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പഴയ നിയമത്തിൻ്റെ നിഴലുകളായും ഭൗമിക പൗരോഹിത്യമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായും ക്രിസ്തുവിൻ്റെ മഹത്വം താരതമ്യം ചെയ്ത് അതിൻ്റെ ശ്രേഷ്ഠത എബ്രായ വിശ്വാസികൾ നന്നായി ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവരുടെ വസ്തുവകളുടെ നഷ്ടം മാത്രമല്ല, മുമ്പ് അവർ വളരെ പ്രിയപ്പെട്ടതായി കരുതിയിരുന്ന അവരുടെ എല്ലാ ഭൗമിക പ്രത്യാശകളുടെ എല്ലാ നാശനഷ്ടങ്ങളും അവർ സന്തോഷത്തോടെ സഹിക്കുമായിരുന്നു. ഒരിക്കൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ നമ്മുടെ നിത്യമഹാപുരോഹിതൻ എന്ന നിലയിലുള്ള അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭംഗിയും അവൻ നമ്മെ പരിചയപ്പെടുത്തിയ സ്വർഗത്തിൻ്റെ അനുഗ്രഹവും നാം നന്നായി അറിഞ്ഞാൽ നമ്മെ മുറുകെ പിടിക്കുന്ന ഭൂമിയിലെ കാര്യങ്ങൾ, ഈ ഭൂമിയിലെ മതം എന്നിവയെല്ലാം ചവർ എന്ന് എണ്ണും. അപ്പോൾ നിങ്ങൾ മൽക്കീസദേക്കിനെ കുറിച്ച് അറിയേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണും എന്ന് ഞാൻ കരുതുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ ദൈവം നൽകിയ ഒരു കവാടമാണ് മൽക്കീസദേക്ക്. കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രലോഭനങ്ങളെ ചെറുത്ത് നീതിനിഷ്ഠമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ദർശനത്തിനായി അന്വേഷിക്കുക. നാം അവനിൽ ആകൃഷ്ടരാകുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെയും കൃപയുടെയും വെളിച്ചത്തിൽ തീരെ മങ്ങിയതായിട്ട് കാണപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.